ഇനി നമ്മൾ പോകുന്നത് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കാണ്. എല്ലാവരും പ്രതീക്ഷിക്കുന്ന വിഷയം തന്നെയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച്. നമുക്കറിയാം, ഏറെ പ്രതീക്ഷയോട് കൂടി വന്ന ഒരു സിനിമയായിരുന്നു. മോഹൻലാലിൻ്റെ ഒരു പുതിയ രൂപം, ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ആ സംവിധാനത്തിൻ്റെ തികവ് എല്ലാം ഒത്തിണങ്ങിയ ഒരു സിനിമയാണ് വരുന്നത് എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ആദ്യ ദിവസം വലിയ രീതിയിലുള്ള ഡീഗ്രേഡിങ് ആ സിനിമയ്ക്ക് നേരെ ഉണ്ടാവുകയും അങ്ങനെ ആ സിനിമയ്ക്ക് ആൾ കയറാത്തൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒറ്റയ്ക്കും തെറ്റയ്ക്കും പോയി കണ്ട ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ പറയുന്നത് സിനിമ ക്ലാസ് എന്നും അതിനേക്കാൾ മികച്ചത് എന്നൊക്കെ പറയുന്ന ഒരുപാട് അഭിപ്രായങ്ങൾ പിന്നീട് വരികയും ചെയ്യുന്നുണ്ട്. സിനിമ കണ്ട ഒരാളാണ് നിഷാദ് റാവുത്തർ എന്ന് എനിക്കറിയാം. സിനിമ എങ്ങനെയുണ്ട്? സിനിമയെക്കുറിച്ച് ആളുകൾ പറയുന്ന കമൻസിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ആ നിലയ്ക്ക് ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ വ്യക്തിപരമായ അനുഭവമാണ് ഓരോരുത്തർക്കും സിനിമ. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എൻ്റെ വ്യക്തിപരമായ അനുഭവം എടുത്താൽ ഞാനിതൊരു ക്ലാസ് സിനിമ ആയിരിക്കുമെന്ന് വിചാരിച്ച് കാണാൻ പോകുന്നു. പക്ഷേ ഞാൻ പറയുന്നത് ഇതൊരു ക്ലാസ് സിനിമയിൽ ഒരു മാസ് സിനിമയാണെന്നാണ്. എന്ന് വെച്ചാൽ മോഹൻലാലിനും ലിജോ ജോസ് പെല്ലിശ്ശേരിയും ചേരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടല്ലോ. ഒന്ന്, ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമാ സമീപനം, മോഹൻലാലിനെ കുറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ഒരു വളരെ മാസ് ഹീറോ എന്നുള്ള ഒരു ഇമേജ്, ഇത് രണ്ടിൻ്റെയും വളരെ പെർഫെക്റ്റ് ബ്ലെൻഡാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്ന് വെച്ചാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാലിനെ എവിടെയോ കൊണ്ടുപോയി തെറ്റായ വഴിയിലൂടെ കൊണ്ട് നശിപ്പിച്ചു എന്നൊന്നും അല്ല ഈ സിനിമയെക്കുറിച്ച് കാണേണ്ടത്. ഈ സിനിമ മോഹൻലാലിൻ്റെ ഹീറോയിസത്തെ, മാസ് ഇമേജിനെ പരമാവധി ഉപയോഗപ്പെടുത്തിയ വ്യത്യസ്തമായ ഒരു കഥാപരിസരത്ത് മോഹൻലാലിനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച അതൊരു അതിഗംഭീര സിനിമയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. സമീപകാലത്ത് നമ്മുടെയൊക്കെ തലമുറയിൽ നമ്മൾ നിശ്ചയമായും തിയേറ്ററിൽ അനുഭവിക്കേണ്ട ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് എന്നുകൂടി ഞാൻ ഈ സിനിമയെക്കുറിച്ച് പറയും. കാരണം അമ്മാതിരി വിഷ്വൽ ട്രീറ്റാണിത്. എന്ന് വെച്ചാൽ നമ്മളൊരു 2.5 മണിക്കൂർ സമയം തിയേറ്ററിനകത്ത് പോയിരുന്നാൽ നമ്മളെ വേറെ ഒരു ലോകത്തേക്ക് പൂർണ്ണമായും വലിച്ചിടാൻ ശേഷിയുള്ള സംവിധായകനാണ് എന്ന് ലിജോ ജോസ് പെല്ലിശ്ശേരി വീണ്ടും തെളിയിക്കുകയാണ്. വേറെ ഒരു ലോകം, നമുക്കത്ര കാലദേശങ്ങളെക്കുറിച്ചൊന്നും കൃത്യമായ ധാരണയില്ലാത്ത നമ്മുടെ മനസ്സിലുള്ള ഒരു നാടോടി കഥ, ഇത്രയും പെർഫെക്റ്റായിട്ട് വിഷ്വലൈസ് ചെയ്യപ്പെടുമെന്ന് നമ്മൾ ഒരു കാലത്തും വിചാരിക്കാത്ത ഒന്ന് ഒരു പുതിയ ലോകമായിട്ട് നമ്മുടെ മുമ്പിൽ സ്ക്രീനിൽ തെളിയാണ്. ഫ്രം ദ വെരി ബിഗിനിങ് ടു അതിൻ്റെ എൻഡിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ, അതിൻ്റെ ഷോട്ട്സ്, പ്രത്യേകിച്ച് ഞാൻ പറയാം അതിൻ്റെ ലോങ് ഷോട്ടുകളെന്ന് പറയുന്ന സംഗതിയുള്ളത് നമ്മളെ വല്ലാതെ ഭ്രമിപ്പിക്കുന്ന ഒന്നാണ്. പിന്നെ അതിനകത്തെ രാത്രി നിരന്തരമായി രാത്രിയും പകലും മാറി മാറി വരുന്ന സീക്വൻസുകളുള്ള സിനിമയാണ്. അതിലെ രാത്രി ഷോട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ അത് അത്രയും മനോഹരമായ ഷോട്ട്സ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അന്താരാഷ്ട്ര നിലവാരവും ക്വാളിറ്റിയുള്ള മേക്കിംഗ് ഉള്ള സിനിമയാണ്. അതിലേക്ക് മോഹൻലാലിൻ്റെ ഹീറോയിസത്തെ എല്ലാവരും പറയുന്നതൊരു ക്ലാസ് സിനിമയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ക്ലാസ് മുൻവിധിയോടെ പോയിരുന്ന് കണ്ടാലേ കാണാൻ പറ്റും. അങ്ങനെയൊന്നും അല്ല. അതായത് ഒരു മല്ലൻ, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു മല്ലൻ, അയാളുടെ ഒരു വിജയ സഞ്ചാരമാണ് ഈ സിനിമ പറയുന്നത്. ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിവിധ ഘട്ടങ്ങളിലൂടെ, വിവിധങ്ങളായിട്ടുള്ള മത്സരവേദികളിലൂടെ, അമാനുഷികമെന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള വലിയ സ്കിൽസ് ഉപയോഗിച്ചുകൊണ്ട് പോരാട്ടങ്ങളിലൂടെ വിജയിച്ച് തൻ്റെ വിജയ സഞ്ചാരം തുടരുന്ന, അവസാനം ഒരു മഹായുദ്ധത്തിന് ഇതൊക്കെ കടക്കുന്ന സ്റ്റെപ്പിന് മുമ്പ് സിനിമ അവസാനിക്കുകയാണ്. അപ്പോൾ അതുവരെയുള്ള മോഹൻലാലിൻ്റെ സഞ്ചാരങ്ങൾക്കകത്ത് അതിഗംഭീരമായിട്ടുള്ള മാസ് സീനുകളുണ്ട്. മോഹൻലാലിൻ്റെ ഓരോ വിജയവും ത്രസിപ്പിക്കുന്നതാണ്. അതിൻ്റെ മോഹൻലാൽ വരുമ്പോൾ തിയേറ്റർ കുലുങ്ങുമെന്ന് പറഞ്ഞു, എന്നിട്ട് കുലുങ്ങിയില്ലെന്നൊക്കെ ആൾക്കാർ വരുന്നത്. പക്ഷേ നമ്മളതിനെ കാണേണ്ടത് മോഹൻലാൽ ഒരു പോലീസുകാരനെ ഇടിച്ച് കൊന്ന് പൊട്ടക്കിണറ്റിലിട്ടില്ല, അതുകൊണ്ട് ഈ സിനിമയിൽ മാസ് സീനില്ല എന്ന് വിചാരിക്കുന്നത് അങ്ങനെയല്ല ആ സിനിമയെ കാണുന്നത്. മോഹൻലാലിനെ പുതിയൊരു പ്രതലത്തിൽ പ്രതിഷ്ഠിക്കുന്നു ലിജോ ജോസ് എന്നാണ്. അപ്പം ഒരു പെർഫെക്റ്റ് ലിജോ ജോസ് മോഹൻലാൽ ബ്ലെൻഡാണിത്. പിന്നെ ആളുകൾക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച്. ആളുകൾ ഇപ്പോൾ ഷിബു ബേബി ജോൺ പറഞ്ഞു, മമ്മൂട്ടിയുടെ പരീക്ഷണങ്ങൾ അവരുടെ ഫാൻസ് ഏറ്റെടുക്കുന്നു, മോഹൻലാലിൻ്റെ പരീക്ഷണങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്ന് പറയുന്നു. മോഹൻലാലിനെ കുറിച്ച് മോഹൻലാലിന് തന്നെ അപകടം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മുൻവിധികൾ ആളുകൾ കൊണ്ടു നടക്കാൻ പാടില്ലെന്നാണ് എനിക്കുള്ള ഒരു അഭിപ്രായം. കാരണം മോഹൻലാൽ ചെയ്യേണ്ട സാധനങ്ങൾ ഇന്നതാണ്, ഇന്ന സംഗതികളില്ലെങ്കിൽ മോഹൻലാലിൻ്റെ പടമാവില്ല എന്ന വിചാരം കൊണ്ടു നടക്കുന്ന നിഷ്കളങ്കരായ മനുഷ്യരുണ്ട്. അവരെ ഇപ്പം ഞാൻ ആസൂത്രിത വേട്ടക്കാരെന്ന് വിളിക്കുന്നത്. അവരുടെ നിഷ്കളങ്കമായ വിചാരം മോഹൻലാൽ ഇന്ന സിനിമകളാണ് ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് വിൻറ്റേജ് മോഹൻലാലിനെ തിരികെ തരൂ എന്ന് നിരന്തരം വിലപിക്കുന്ന പാവങ്ങളാണ് അവർ. അവർക്ക് എപ്പോഴും വിൻറ്റേജ് മോഹൻലാലിനെ തിരികെ കൊടുക്കാൻ മോഹൻലാൽ നടത്തിയ വിഫലമായ ശ്രമങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കണ്ടത് മുഴുവൻ. എന്നിട്ട് അവസാനമാണ് മോഹൻലാൽ ഒരു പരീക്ഷണത്തിന് സാധാരണ നിലയ്ക്ക് തയ്യാറാവുന്നത്. സാധാരണയ്ക്ക് മോഹൻലാൽ ഇത്തരം പരീക്ഷണങ്ങൾക്ക് വിധേയനാകുന്ന ആളല്ല, ഇത്രയും പുതുമുഖ സംവിധായകർക്ക് ഇത്രയും അവസരങ്ങൾ കൊടുക്കുന്ന ആളല്ല. മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ 8-10 പുതിയ തലമുറ സിനിമക്കാരനെ കാണാൻ വന്നു, എനിക്ക് പക്ഷേ അതൊന്നും വർക്കായില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതദ്ദേഹം സമ്മതിച്ചത്, അതായത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുചര വൃന്ദവും ഇത് സമ്മതിച്ചൊരു അത്ഭുതമായിട്ട് തോന്നുന്ന ആളാണ് ഞാൻ.
അപ്പോൾ ആ നിലയ്ക്ക് മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും മനോഹരമായ പെർഫോമൻസാണ്, മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സിനിമ എന്ന നിലയ്ക്ക് നിശ്ചയമായി അടയാളപ്പെടുത്തണം. ഇത് ഞാൻ കാണാൻ പോകുമ്പോഴും ആൾ കുറവാണ്. എനിക്ക് ഭയങ്കര നിരാശ ഉണ്ടാക്കിയ കാര്യമാണ് ഇത്രയും ആളുകൾ ഇതിന് കുറയുന്നു എന്നത്. അതിന് ഈ ക്യാമ്പയിൻ ഒരു പ്രധാന ഘടകമായി മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആളുകൾ ഇത് കൊള്ളില്ല എന്ന് ഫ്രം ദ ബേജ് ആ തുടക്കത്തിലെ ആളുകൾ പറയാം കൊള്ളില്ല എന്ന് പറയാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, മോഹൻലാലിന് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്, മോഹൻലാൽ ഇപ്പോൾ ഈ പുതിയ പ്രാണപ്രതിഷ്ഠാ വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാടിനെ വെച്ചിട്ട് അദ്ദേഹത്തെ ആക്രമിക്കുന്ന ആളുകളെ സിനിമയുടെ റിലീസിൻ്റെ തലേദിവസം മുതൽ കാണാമായിരുന്നു. ലിജോ ജോസ് പെല്ലിശ്ശേരി ബാബരി മസ്ജിദിൻ്റെ പടം ട്വീറ്റ് ചെയ്ത, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത ആളാണ്. അപ്പോൾ ഈ പടം പൊളിക്കണമെന്ന് തലേദിവസം മുതലേ പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് പടം വരുന്നതിന് മുമ്പ്. അപ്പോൾ അത് നമ്മൾ കണ്ടു. കേരളത്തിലെ ചില ചാനലുകളൊക്കെ ഈ ഭയങ്കര മോശം ഭാഷയിൽ ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ ആദ്യ ദിവസം നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്ന കണ്ടു. അപ്പോൾ അങ്ങനത്തെ ചില സംഗതികളിനകത്ത് ഉണ്ടായിട്ടുണ്ട്, അത് ആളുകളെ സ്വാധീനിച്ച് കാണും. പിന്നെ അശ്വന്ത് കോക്കിനെ പോലുള്ള റിവ്യൂവേഴ്സ്, അശ്വന്ത് കോക്കിൻ്റെ ഇതിനകത്ത് എടുത്തിട്ടുള്ള റിവ്യൂ ഒക്കെ എനിക്ക് പരമാബദ്ധമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ അയാളുടെ റിവ്യൂ എല്ലാം കാണുന്ന ആളും നമ്മൾ ഇവിടെ ഇരുന്ന് പലപ്പോഴും അശ്വന്ത് കോക്കിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ചെയ്ത ആളാണ്. പക്ഷേ ഒരു സിനിമ എന്ന് പറയുമ്പോൾ മോഹൻലാലിനെ പോലെ ഒരു നടൻ, ലിജോയെ പോലുള്ള ആൾ, അയാൾ ഈ മലയാള സിനിമയെ വേറൊരു പ്രതലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളാണ്. അത്തരം ഒരു ശ്രമങ്ങൾ ഇവിടെ പാടില്ല എന്നതിലേക്ക് അത്തരം സിനിമകൾ എടുക്കാൻ വേണ്ടി വരുന്ന പുതിയ പരീക്ഷണങ്ങൾ സ്വപ്നം കാണുന്ന മനുഷ്യരെ മുഴുവൻ അധൈര്യപ്പെടുത്തുകയാണ് ഈ അശ്വന്തൊക്കെ കൂടി ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അങ്ങനത്തെ പരീക്ഷണമൊന്നും ഇവിടെ വേണ്ട. ഇവിടെ നിങ്ങൾക്ക് SI അടിച്ച് പൊട്ടക്കിണറ്റിലിടാൻ പറ്റുമോ, ഇല്ലെങ്കിൽ മോഹൻലാലിനെ വെച്ച് സിനിമ എടുക്കേണ്ട എന്ന നിലയ്ക്ക് പറയുകയാണ്. അതായത് വളരെ പെരിഫറലായിട്ട് സിനിമയെ കാണുകയും അതിനെക്കുറിച്ച് വളരെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയും ചെയ്യുമ്പോൾ ഇതിനകത്ത് എനിക്ക് അദ്ദേഹത്തെ വിമർശിക്കാൻ തോന്നുന്ന കാരണം ഇതാണ്, അത് വലിയ തോതിൽ ആളുകളെ സ്വാധീനിക്കണം. അശ്വന്ത് ഇപ്പോൾ ഈ മേഖലയിൽ ഏറ്റവും വലിയ സ്വീകാര്യതയുള്ള ആളുകൾ വില മതിക്കുന്ന ഒരു റിവ്യൂ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായം അത്തരം സംഗതികൾ, ഇത്തരം സിനിമകൾ നമ്മളെപ്പോലെ നമ്മുടെ തലമുറയ്ക്ക് നിശ്ചയമായും ഒരു സൗഭാഗ്യമെന്ന് വണ്ണം കിട്ടേണ്ട സിനിമകളെ ആളുകളിൽ നിന്ന് അകറ്റുക, അതിനെ തിയേറ്ററിൽ പരാജയപ്പെടുത്തുക, ഇനി അത്തരം സിനിമകൾ എടുക്കാൻ നിർമ്മാതാക്കളെയും സംവിധായകരെ അധൈര്യപ്പെടുത്തുക പോലുള്ള ഒരു പാതകം ഇത്തരം റിവ്യൂ ചെയ്യുന്ന ആളുകൾ അതിനോട് ചെയ്തിട്ടുണ്ട്. മനഃപൂർവ്വമായ മനുഷ്യർ അതിനോട് ചെയ്തിട്ടുള്ള സമീപനത്തിലുള്ള പ്രശ്നമുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഈ സിനിമ എന്താ പറയുക, ഈ സിനിമയെ എല്ലാ മുൻവിധികളോടും കൂടി പോയി തന്നെ കാണണം. ഇത് മോഹൻലാൽ ഒരു മാസമാണ് എന്ന് വിചാരിച്ച് പോയി കണ്ടോ, അല്ലാതെ പ്രതീക്ഷകളുടെ ഭാരമില്ലാതെ മുൻവിധി ഇല്ലാതെ പോയി കണ്ടാൽ ഇഷ്ടപ്പെടും അങ്ങനൊന്നും ഞാൻ ഒരു ക്ലോസും ഇല്ല അതിനകത്ത്. എല്ലാ തരത്തിലുള്ള മുൻവിധിയും വെച്ച് പോയി കണ്ടാലും സിനിമ എന്ന് പറയുന്ന സംഗതി, ലോകം മാറുകയാണെന്ന് കോവിഡ് കാലത്തിന് ശേഷം നമുക്ക് മനസ്സിലായതല്ലേ. കോവിഡ് കാലത്ത് നമ്മളിരുന്ന് ലോകത്തെ മുഴുവൻ സിനിമയും കണ്ട മനുഷ്യരാണ്. ആ മുഴുവൻ സിനിമയും കണ്ട് കോവിഡ് കഴിഞ്ഞപ്പം എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് പഴയ നരസിംഹം തരും എന്ന് പറഞ്ഞാൽ പരമ കഷ്ടമാണ്. മോഹൻലാൽ നിഷാറാവത്തിനെ വിളിക്കാൻ സാധ്യതയുണ്ട് റിവ്യൂ കഴിഞ്ഞിട്ട്. അതായത് എനിക്ക് ചോദിക്കാനുള്ളത് സിനിമയെക്കുറിച്ചല്ല, ഈ അശ്വന്ത് കോക്കിനെ പോലുള്ള റിവ്യൂവേഴ്സ്, നമ്മൾ നിഷാ നേരത്തെ പറഞ്ഞ പോലെ ഇതേ ഫ്ലോറിൽ നിന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, അവർക്കെതിരെ കേസെടുക്കുന്നതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമയെ കൊല്ലാൻ അവർക്ക് കഴിയുന്നു എന്നാണോ ഇതിന് സൂചിപ്പിക്കുന്നത്? ഇതിൽ ഈ മോഹൻലാൽ ഫാൻസിനെ സവിശേഷമായി അഭിസംബോധന ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. കാരണം മോഹൻലാൽ ഫാൻസ് എന്ന് പറഞ്ഞ ആളുകൾ വളരെ എന്താണ് പറയുക, ആഴത്തിൽ മോഹൻലാലിൻ്റെ അഭിനയത്തെ മനസ്സിലാക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്ന മോഹൻലാൽ ഫാൻസ് ഉണ്ട്. അത്തരം ഒരുപാട് ആളുകളുണ്ട്. കാരണം ഈ മോഹൻലാലിനെ സംബന്ധിച്ച് ഏറ്റവും പറയുന്നത്, ഇതിലിപ്പോൾ മോഹൻലാലിന് എന്താ ചെയ്യാനുള്ളത് എന്ന് പലരും ചോദിക്കും. ഇപ്പോൾ നേര് സിനിമ ഇറങ്ങി, നേരിലിപ്പോൾ മോഹൻലാൽ എന്താ ചെയ്തു, അത് മോഹൻലാൽ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ മോഹൻലാൽ അതിലിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, മോഹൻലാലിൻ്റെ ഒരു ഈസി ആയിട്ടുള്ളൊരു അഭിനയ ശൈലിയുണ്ട്, ഒരു അനായാസമായ അഭിനയ ശൈലി. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇയാൾ ഇതിൽ അഭിനയിച്ചോ, ഇയാൾ അഭിനയിക്കുന്നില്ല. അങ്ങനെ തോന്നിക്കലാണ് മോഹൻലാലിൻ്റെ വിജയം. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഭാവങ്ങൾ സ്ക്രീനിൽ കൊണ്ടുവരാൻ മോഹൻലാലിൻ്റെ ഒരു കഴിവുണ്ട്. അപ്പോൾ മോഹൻലാലിന് ഇതിലിപ്പോൾ എന്താ ചെയ്യാനുള്ളതാണ് ചോദിക്കുക. പക്ഷേ ഈ സിനിമയിൽ മോഹൻലാലിന് ചെയ്യാനുണ്ടായിരുന്നു. മോഹൻലാലിൻ്റെ ഫിസിക്ക് മാറ്റി മോഹൻലാൽ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ് വാലിമല്ലിൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മോഹൻലാലിൻ്റെ ഫാൻസിൽ ബഹുഭൂരിഭാഗം ആളുകളും എന്താണ്, മോഹൻലാലിൻ്റെ മാസ് മൂവികളിൽ ആകർഷ്ടരായി അതിലേക്ക് വന്ന ആളുകളാണ്. മാസ് മൂവി, ഉദാഹരണം നരസിംഹം, മാറാൻ നമ്പുരാൻ, അങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പുലിമുരുകൻ, ലൂസിഫർ ആയിരിക്കും ഒരുപക്ഷെ മോഹൻലാലിൻ്റെ ഈ മാസ് എലമെൻറ്റിനെ ഏറ്റവും നല്ല രീതിയിൽ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളൊരു സിനിമ. ഏറ്റവും അവസാനം അത് പൃഥ്വിരാജ്, അദ്ദേഹം ഒരു മോഹൻലാൽ ഫാനാണ്. അപ്പോൾ മോഹൻലാലിനെ എങ്ങനെ പ്രേക്ഷകർ സ്ക്രീനിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ ലൂസിഫറിൽ അത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോൾ സെക്കൻഡ് പാർട്ട് എന്തോ വരാൻ പോകാമെന്ന് തോന്നുന്നു എമ്പുരാൻ. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവർ ചിലപ്പോൾ ഒരു ലൂസിഫറോ അല്ലെങ്കിൽ ഒരു നരസിംഹമോ ഒക്കെ പ്രതീക്ഷിച്ചാണ് ഈ ലാൽ ഫാൻസ് പോയിട്ടുണ്ടാവുക. അവർ ചിലപ്പോൾ അതൊന്നുമല്ല. കാരണം ഈ ലിജോ ജോസിന് നമുക്കറിയാമല്ലോ, എനിക്ക് തന്നെ ലിജോ ജോസിൻ്റെ ചില പടങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാത്തതുണ്ട്. ഇഷ്ടപ്പെടാത്തത് മീൻസ് എനിക്ക് കണക്റ്റ് ആവാത്തത്, അതിനർത്ഥം ആ പടം മോശമാണെന്നല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നായകൻ എന്ന് പറഞ്ഞ പടം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതേസമയം സിറ്റി ഓഫ് ഗോഡ് ഇഷ്ടപ്പെട്ടു, ആമീൻ ഇഷ്ടപ്പെട്ടു. ഡബിൾ ബാറിൽ ഞാൻ തിയേറ്ററിൽ നിന്ന് ഉറങ്ങിപ്പോയ ആളാണ്. കാരണം അത് പിന്നെ ഞാൻ കാണുമ്പോഴാണ് ആ പടത്തിൻ്റെ, ഞാൻ വേറൊരു സമയത്ത് ആ സിനിമ കാണുമ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു വ്യത്യസ്തത മനസ്സിലാവുന്നത്. അന്ന് ഞാൻ ആ വെടിയും പുകയുടെ ഇടയ്ക്ക് ഇരുന്ന് ഞാൻ തിയേറ്ററിൽ നിന്ന് ഉറങ്ങിപ്പോയി. ഇനി കണക്റ്റ് ആയില്ല എന്നേ ഉള്ളൂ, അതെൻ്റെ കുഴപ്പമാണ്.
സിനിമയുടെ കുഴപ്പമില്ല. നൻപകൽ കണ്ടില്ലേ? ഞാൻ നൻപകൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, ജല്ലിക്കെട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാ പടങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഈ പടത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് എന്ത് തരം പടമാണെന്നുള്ളത് ഏതാണ്ട് ഒരു വർഷം മുമ്പേ അതിൻ്റെ ചെറിയ ചെറിയ ഹിൻസ് ലിജോ ജോസ് പുറത്തു വിടുന്നുണ്ട്. അതിൻ്റെ പോസ്റ്റർ പുറത്തു വിടുന്നത് 2 മാസം കൊണ്ടൊക്കെയാണ്. ആദ്യം വാലിബൻ്റെ വാ പുറത്തു വിടുന്നു, അങ്ങനെ ഓരോ കഷ്ണമായിട്ട് പുറത്ത് അത്രമാത്രം ഹൈപ്പ് ഉണ്ടാക്കിയൊരു സാധനമാണ്. അപ്പോൾ ഇതിൽ ചിലർ പറയുന്നുണ്ട് അങ്ങനെ ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ആളുകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് പിന്നെ ഒരു മൗത്ത് പബ്ലിസിറ്റിയിൽ ആളുകൾ വന്നേനെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വരില്ല. അങ്ങനെ ഇത് ഹൈപ്പ് കൊടുക്കേണ്ട പടാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിൽ ഹൈപ്പ് തന്നെ കൊടുത്ത് ആളുകൾ തിയേറ്ററിൽ കയറണം, എന്നാലാണ് ഇത് നല്ല ബഡ്ജറ്റുള്ള മൂവി കൂടിയാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഒന്ന്, ഈ ലാൽ ഫാൻസ് എന്ന് പറയുന്ന ആളുകൾ അവർ പ്രതീക്ഷിച്ചതല്ല തിയേറ്ററിൽ കണ്ടതെന്ന് കരുതി നെഗറ്റീവ് ക്യാമ്പയിൻ നടത്തി. മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ ആ പടം പൊളിയും, പിന്നെ അത് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. അത് ഒരു കാരണം. 2, നിഷാദോടെ പറഞ്ഞു, അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന യുവാവ്. അപ്പോൾ ആ യുവാവിന് വലിയ തോതിൽ ഫോളോവേഴ്സുണ്ട്, യൂട്യൂബിൽ വലിയ ഫോളോവേഴ്സുണ്ട്. അദ്ദേഹം മോശം സിനിമകളെ വലിച്ചു കയറി ഒട്ടിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ റിവ്യൂവിന് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം സിനിമയെ അദ്ദേഹത്തിൻ്റെ ഒരു ബോധമണ്ഡലത്തിൽ, അദ്ദേഹത്തിൻ്റെ ആ ബോധമണ്ഡലം, അദ്ദേഹം സിനിമ ആസ്വദിക്കുന്ന ഒരു സാധാരണ ഫാൻ, ഒരു സാധാരണ സിനിമാ പ്രേക്ഷകൻ എന്ന നിലയ്ക്കാണ്. അതിൻ്റെ സിനിമയുടെ എസ്തെറ്റിക്സോ സിനിമയുടെ അത് BGM, ഇതെന്ത് BGM-ആണ് അദ്ദേഹത്തിന് ഈ വാലിബിനെ കുറിച്ചുള്ള റിവ്യൂ പറയുന്നത്. എന്താണ് ഉടുക്ക് കൂട്ടുന്ന ശബ്ദമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തരത്തിലുള്ള എസ്തെറ്റിക്സ് അദ്ദേഹത്തിന് അറിയില്ല. അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അറിയാം. അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ല. സിനിമയുടെ എസ്തെറ്റിക്സ്, സിനിമയുടെ മറ്റ് സാങ്കേതികതകൾ, മറ്റ് സങ്കേതങ്ങൾ പ്രധാനമാണല്ലോ. ഈ സങ്കേതങ്ങളെ കുറിച്ചൊന്നും അദ്ദേഹത്തിന് ധാരണയില്ല. അദ്ദേഹം മാസ് സിനിമ, നരസിംഹം കാണാൻ പോകുന്ന ഒരു സിനിമാ പ്രേക്ഷകനെ പോലെ അദ്ദേഹം സിനിമകൾ വിലയിരുത്തുകയാണ് ഇന്ന്. പക്ഷെ അയാളത് പറയുന്നത് ഇഷ്ടപ്പെടുന്നു. അത് തന്നെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ സിനിമ റിവ്യൂ തന്നെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയതുകൊണ്ട് അതിൽ ധാരാളം ഫോളോവേഴ്സ്, അത് കേൾക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയും ഫോളോവേഴ്സ്, അത് ഇപ്പോൾ കുറഞ്ഞ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ഒരു 5 ലക്ഷം പേര് കണ്ടു തരുന്നതാണ്. 5 ലക്ഷം പേര് കണ്ടിട്ട് അത് നെഗറ്റീവ് റിവ്യൂ ആണെങ്കിൽ 5 ലക്ഷം പേര് തിയേറ്ററിൽ പോയിരുന്നാൽ ആ സിനിമ തീർച്ചയായിട്ടും ബാധിക്കും. കാരണം ഒരു ദിവസം, ഒരു റിലീസ് ദിവസം 5 ലക്ഷം പേര് തിയേറ്ററിൽ പോകുന്നുണ്ടോ? എത്ര പേര് പോകുന്നുണ്ടോ? അപ്പോൾ 3.5 കോടി ജനങ്ങളുടെ സ്ഥലത്ത് 5 ലക്ഷം പേര് തിയേറ്ററിൽ പോകണമെന്ന് തീരുമാനിച്ചാൽ അത് ആ സിനിമയെ ബാധിക്കും. അപ്പോൾ അത്തരം റിവ്യൂസ് ഇതിനെ ബാധിച്ചിട്ടുണ്ട്. 3ാമത്തെ കാര്യം, മോഹൻലാലിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നുള്ള വിട്ടുനിൽപ്പ് വലിയ തോതിലുള്ള ഈ ക്യാമ്പയിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. വാട്സപ്പ് വഴി നല്ല ക്യാമ്പയിൻ ഉണ്ടാവും, ഈ സിനിമ കാണണ്ട, ഒന്ന് ലിജോ ജോസിൻ്റെ പടമാണ്, അത് കാണണ്ട, ലാലേട്ടനൊരു പണിയിരിക്കട്ടെ എന്ന് അവർ കരുതുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ പല ഘടകങ്ങൾ അതിനെ തെറ്റായി സ്വാധീനിച്ചിട്ടുണ്ടാവും. ഞാൻ പറയുന്നു, ലിജോ ജോസിൻ്റെ എല്ലാ സിനിമകളും പോലെ തന്നെ പിന്നീട് ഇത് ഭയങ്കര മഹത്തായ സിനിമയാണെന്ന് OTT ഇറങ്ങുമ്പോൾ ആളുകൾ വിലയിരുത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. OTT കണ്ട പടമല്ലാന്നിത്, തിയേറ്ററിൽ തന്നെ കാണും.